ഇംഗ്ലീഷിലെ സയൻസും നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നതും തമ്മിൽ അന്തരമുണ്ടോ? ഇപ്പോൾ ഇംഗ്ലീഷിലെ സയൻസ് എന്ന് പറഞ്ഞാൽ അറിവെന്നുള്ള അർത്ഥത്തിലാണ്, അറിവിനെ നേടാനുള്ള ഉപാധി എന്നുള്ള അർത്ഥത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ആർക്കെങ്കിലും അതിൻ്റെ പൂർണ്ണമായി ഡെറിവേഷൻ പറയാൻ കഴിയിച്ചാന്ന് പറയുക. എനിക്ക് പറയാൻ കഴിയും, നോക്കണമെന്ന്. അല്ല, അങ്ങനെയല്ല, അതൊന്നും അല്ല. ഇംഗ്ലീഷിലെയാണ്. ചോദ്യം വായിക്കുക, പരീക്ഷ നിരീക്ഷണം ഒന്നും അവിടെ പറഞ്ഞില്ല. ഇംഗ്ലീഷിലെ സയൻസാണ്. സയൻസിന് ഇപ്പോൾ ഈ കോൺഷ്യൻസ് എന്നൊക്കെ പറയുന്നില്ലേ, കോൺഷ്യസ്നെസ് അല്ല. അതിൻ്റെ നിരുക്തി എന്താർക്കെങ്കിലും പറയാമോ? സയൻസ് ഉണ്ടാവണത്, സെൻഷ്യൻ ഒക്കെ ഉണ്ടാവുന്നത് ഒരേ റൂട്ടിൽ നിന്നാണ്. തിരിച്ചറിവാണ് ശരിക്കത്. അപ്പം തിരിച്ചറിവിന് ഉപകരിക്കുന്നത് എന്തോ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സയൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സയൻസ്, ടെക്നോളജി, പ്യുവർ സയൻസ്, അപ്ലൈഡ് സയൻസ് എന്നുള്ള വിഭാഗമൊക്കെ തിരിക്കേണ്ടി വരും. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായൊരു നിർവചനമുണ്ട്. ശാസ് അനുശിഷ്ടവും എന്നാണ് ധാതു. ഇപ്പം ശാസ് അനുശിഷ്ടവും, അനുശിഷ്ടി ഉപദേശം. സയൻസിന് നിരുക്തി എന്താ? അല്ല, അതിൻ്റെ നിരുക്തി അതെങ്ങനെയാണ് ഉണ്ടാവണത്, അതിൻ്റെ റൂട്ട് ഡിറൈവ് ചെയ്യുന്നത്. സയൻസ് എന്നുള്ള ശബ്ദം ഡിറൈവ് ചെയ്യുന്നത് എവിടുന്നാ? സൈൻറ്റിയ. ശരി. അപ്പോൾ സൈൻറ്റിയ എന്ന് പറയുമ്പോൾ അറിവ്, അവയർനെസ്, അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതിൽ നിന്നാണ് സയൻസ് ഉണ്ടാകുന്നത്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഉപദേശിക്കപ്പെടുന്നതിലൂടെ എന്ത് രക്ഷിക്കുന്നുവോ അത് ശാസ്ത്രം എന്ന് പറയാം. ത്രയ്ക്ക് ത്രാണനം എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ അതല്ല. ശാസ്ത്രത്തിൻ്റെ കൂടെ ത്രാണനം എന്നുള്ളത് എടുക്കാതെ ഷ്ട്ര എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ ഭാവസൂചകമായിട്ട് വരും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഉപദേശിക്കുക എന്നുള്ളത് എവിടെയുണ്ടോ അതാണ് ശാസ്ത്രം എന്ന് വരും. രണ്ടർത്ഥം ശരിയാവും. ഒന്ന്, ഉപദേശത്തിലൂടെ രക്ഷിക്കുന്നത് ശാസ്ത്രം. രണ്ട്, ഉപദേശിക്കുക എന്നുള്ളത്, ഉപദേശിക്കപ്പെടുന്നത് ശാസ്ത്രം. അവിടെ രക്ഷിക്കുക എന്നുള്ള അർത്ഥം വരുന്നില്ല. രണ്ട് രീതിയിലും എടുക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കായിക്കൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ തിരിച്ചറിവ് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാൻ വേണ്ടി ഉള്ളത്, അങ്ങനെ തലമുറകളായി സത്യത്തെക്കുറിച്ചുള്ള ഉപദേശം തുടർന്നു പോരുന്നതാണ് ശാസ്ത്രം.